മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി തോമസ് ഐസക്കിന് ഇ ഡി സമൻസ്. ഈ മാസം 12-ന് ചോദ്യം ചെയ്യൽ കൊച്ചി ഓഫീസിൽ ഹാജരാകണം എന്നാണ് നിർദ്ദേശം. എന്ന് പറഞ്ഞാൽ അത് ദീർഘനാൾ കോടതിയിൽ ഇ ഡി സമൻസ് പിൻവലിക്കുകയും ചെയ്തു എന്നൊക്കെ വന്ന വാർത്തയാണ്. വീണ്ടും കിഫ്ബി കേസിൽ മസാല ബോണ്ടിൽ തോമസ് ഐസക്കിന് ഇ ഡി സമൻസ് എന്ന് പറയുമ്പോൾ അത് വീണ്ടും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിടാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ വ്യവഹാര വഴിയിലൊക്കെ ഐസക് നിൽക്കുന്നത് കണ്ടതാണ്. ശ്യാംകുമാർ ഉരുളിമ ചെയ്തു. ശ്യാം, ഇ ഡി മസാല ബോണ്ട്, തോമസ് ഐസക്, കിഫ്ബി, ഇത് ഒരിടവേളയായിരുന്നു എന്ന് പറഞ്ഞാൽ നോട്ടീസ്, അതിന് എന്തിന് നോട്ടീസ് ഒന്ന് ചോദ്യം ചെയ്തുകൊണ്ട് ഐസക് കോടതിയിലേക്ക് സമീപിക്കാൻ, അതിനുശേഷം ഒരു ബ്രേക്ക് ആയിരുന്നു. ബ്രേക്കിന് ശേഷം അടുത്ത എപ്പിസോഡ് തുടങ്ങുകയാണോ ആ ഏറ്റുമുട്ടലിന്റെ? ശ്യാം. ഹാഷ്മി, തീർച്ചയായും അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ. കാരണം തോമസ് ഐസക്കിന് തുടർച്ചയായി നോട്ടീസ് അയച്ചതോടെയാണ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചത്. 10 വർഷത്തെ ഐസക്കിൻ്റെയും ബന്ധുക്കളുടെയും അടക്കം കണക്കുകളൊക്കെ കാണിക്കാനായിട്ട് ഇ ഡി നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. ഇതോടെ ഹൈക്കോടതി തോമസ് ഐസക്കിന് നോട്ടീസ് നൽകുന്നത് അവസാനിപ്പിക്കാൻ ഇ ഡിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയ വിജയം നേടിയെന്ന ഐസക് വിശ്വസിച്ചിരുന്ന ആ സമയത്താണ് അന്വേഷണം അവസാനിപ്പിക്കുന്നത്. പക്ഷേ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഇ ഡിക്ക് അനുമതി നൽകുകയും ചെയ്തു. ഇപ്പോൾ ഹൈക്കോടതിയുടെ കൂടി അനുമതിയോടെ വീണ്ടും തോമസ് ഐസക്കിന് ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത്. അത് 12-ാം തീയതി നേരിട്ട് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നുള്ളതാണ് ആവശ്യം. സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ കൈവശമുള്ള പുതിയ വിവരങ്ങളിൽ തെളിവ് ശേഖരിക്കുകയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മുൻ ധനകാര്യമന്ത്രിയോട് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഏതൊക്കെ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പോകുമെന്നിനി കൗതുകത്തോടു കൂടി തന്നെ നോക്കിക്കാണേണ്ടതുണ്ട്. ഏതായാലും ഐസക്കിന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം അനിവാര്യമാണ്. ഈ മാസം 12-ാം തീയതി വീണ്ടും ഹാജരാകാനാണ് ഇപ്പോൾ ഐസക്കിനോട് ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹാഷ്മി.